നമസ്കാരം. ഞാൻ ശങ്കരൻകാവ് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മകനാണ്. ശങ്കരൻകാവിലെ പൂർണ്ണ നവീകരണ കലശം, പുനഃപ്രതിഷ്ഠ എന്നിവയെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെ, മേടം 10 മുതൽ മേടം 20 വരെ നടക്കുന്ന കലശാദി കർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പോൾ എന്താണ് പൂർണ്ണ നവീകരണ കലശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നവീകരണ കലശം നമുക്ക് 6 ദിവസം കൊണ്ട് കഴിക്കാം, 8 ദിവസം കൊണ്ട് കഴിക്കാം, 9 ദിവസം കൊണ്ട് കഴിക്കാം. 11 ദിവസം കൊണ്ട് കഴിക്കുമ്പോൾ അതിനെ പറയണ പേര പൂർണ്ണ നവീകരണ കലശം. മറ്റുള്ളതൊന്നും പൂർണ്ണത ഇല്ല എന്നല്ല, ചില ഹോമങ്ങളെ കലശങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കും. അതുകൊണ്ടാണ് പൂർണ്ണ നവീകരണ കലശം എന്ന് പറയും. പിന്നെ പുനഃപ്രതിഷ്ഠ. പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു പ്രതിഷ്ഠിച്ച ദിവസം നമുക്ക് ഇല്ല, പ്രതിഷ്ഠാ ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് നാളുകളാണ് പ്രത്യേകത. മകരപ്പത്ത് പൂരം, പിന്നെ മകരം 21, 22 തീയതികളിൽ നടന്ന ശുദ്ധികൾ, അതേപോലെ മണ്ഡലം 41, ഇതൊക്കെയാണ് നമുക്ക് വിശേഷ ദിവസങ്ങൾ. ഇതിന് പകരം പ്രത്യേകിച്ചൊരു നാള് ശങ്കരൻകാവിലെ അമ്മയുടെ പിറന്നാൾ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുക. അതിപ്പോൾ മേടം 18, 10, 11, 12, 13, 14, 15, 16, 17, മേടം 17-നാണ് വരിക. അപ്പം ആ ദിവസം രോഹിണി നാളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. അതാണ് ഈ പുനഃപ്രതിഷ്ഠ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പം നവീകരണ കലശം പൂർണ്ണതയിൽ നമ്മൾ നടത്തുകയും ചെയ്യുന്നു, പുനഃപ്രതിഷ്ഠാ കലശവും നമ്മൾ ഭഗവതിക്ക് ചെയ്യും. അപ്പോൾ എന്താണ് ഈ പൂർണ്ണ നവീകരണ കലശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 11 ദിവസമുണ്ട്. അപ്പോൾ അത് 9 ദിവസം കൊണ്ട് നമുക്ക് കഴിക്കുന്ന നവീകരണ കലശത്തിൽ നമ്മൾ പ്രായശ്ചിത്ത ഹോമങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് 2 ദിവസം കുറഞ്ഞു. ഇവിടെ നമ്മൾ അതും കുറയ്ക്കുന്നില്ല. കാരണം നമുക്ക് ചില നിമിത്തങ്ങൾ കാരണമാണ് നമുക്ക് താമ്പൂല പ്രശ്നം വെക്കേണ്ടി വന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പരിഹാരക്രിയകൾ ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ആ നിമിത്തങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ട് നമ്മൾ പൂർണ്ണതയിൽ തന്നെ നവീകരണ കലശം കഴിക്കുക. അതിന് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധികൾ തന്നെയാണ്. എല്ലാ കൊല്ലവും നടക്കുന്ന ശുദ്ധികളാണ് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഹോമങ്ങൾ തുടങ്ങും. ആദ്യത്തെ ദിവസം പ്രോക്തം, പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ട് രണ്ടും പ്രായശ്ചിത്ത ഹോമമാണ്. പ്രോക്തം എന്ന് പറഞ്ഞാൽ ചെറുതാണ്, പ്രായശ്ചിത്ത ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിപുലീകരിച്ച ഒരു ഹോമമാണ്. അത് വിഹരിക്കാനൊക്കെ പറ്റും. വിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമം തന്നെ 5 ഹോമമാക്കാം, 9 ഹോമമാക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് പ്രോക്തവും പ്രായശ്ചിത്തമാണ് രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം ശാന്തി, അൽദോശാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഹോമങ്ങളാണ്. വിയർപ്പ്, അതേപോലെ മനുഷ്യ സഹജമായിട്ടുള്ള എന്തും ഒരു അശുദ്ധി സംഭവിക്കാം, അതിനെ ഇല്ലാതെയാക്കുന്ന ഹോമങ്ങളാണ് ശാന്തി, അത്ഭുതശാന്തി. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം, 4-ാമത്തെ ദിവസം നായശാന്തി, ചോരശാന്തി എന്നാണ്. ശ്വശാന്തി, ചോരശാന്തി എന്നാണ്. ശ്വശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശേഷ ബുദ്ധി ഇല്ലാത്ത ജീവികൾ കയറിയിട്ട് വന്നിട്ടുള്ളൊരു അശുദ്ധി. ആന, എലി, ഇതൊക്കെ വിശേഷ ബുദ്ധിയുള്ളവരാണ്. അവർക്ക് പ്രത്യേക ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് അവർ മനുഷ്യന്മാരുടെ അടുത്ത്, പൂച്ച, ഇവരൊക്കെ എടുക്കും. നേരെ മറിച്ച് നായ, അതേപോലെ പന്നി, അങ്ങനത്തെ മൃഗങ്ങളൊക്കെ വന്നിട്ട് ഒരു അശുദ്ധി സംഭവിച്ചിരിക്കാം. അതിനാണ് നായശാന്തി എന്ന് പറഞ്ഞ, ശ്വശാന്തി എന്ന് പറഞ്ഞ ഹോമം ചെയ്യും. ചോരശാന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് വേണ്ടതല്ലാത്ത ചിന്തകളായിട്ട് വന്നിട്ട്, ചോരൻ എന്നാണ് ചോരശാന്തിയുടെ വേറൊരു അർത്ഥം. അപ്പം ചോരൻ എന്ന് വെച്ചാൽ കള്ളൻ. കള്ളൻ മുതൽ ക്ഷേത്രത്തിന് ആ ചിന്തയില്ല, ക്ഷേത്രത്തിൻ്റെ ചിന്തയല്ലാതെ വന്ന് കയറിയിട്ടുള്ള ആൾക്കാർ മൂലം മനുഷ്യ സഹജമായിട്ടുള്ള നിമിത്തങ്ങൾ അല്ലെങ്കിൽ ഇത് മൂലം സംഭവിച്ചിട്ടുള്ള എല്ലാ പരിഹാരങ്ങൾക്കുമാണ് ചോരശാന്തി ഹോമം എന്ന് പറഞ്ഞു. ഇതോടെ ആദ്യത്തെ 4 ദിവസം കൊണ്ട് ഇത് എല്ലാ ശാന്തി ഹോമങ്ങളും പ്രായശ്ചിത്ത ഹോമങ്ങളും ചെയ്തിട്ട് പുഷ്ടിപ്പെടുത്തുക എന്നാണ് പറയുക. നമ്മളുടെ ദേവിയുടെ ചൈതന്യം എന്തെങ്കിലും ലോപം സംഭവിച്ചു, ലോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തീർന്നു. അത് കഴിഞ്ഞിട്ട് തത്വഹോമം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. തത്വഹോമം, തത്വകലശം. ഒരേ ഹോമകുണ്ടത്തിൻ്റെ അവിടെ ഹോമം ചെയ്യും. അതിൻ്റെ നേരെ തെക്കേ ഭാഗത്ത് അതേ സമയത്ത് തന്നെ ഒരു കലശം പൂജിപ്പിച്ച്, എന്നിട്ട് ഈ അഗ്നിയിൽ നിന്ന് നമ്മൾ ആ ചൈതന്യത്തിനെ കലശത്തേക്ക് ആക്കിയിട്ട് ആ കലശം നമ്മൾ ഭഗവതിക്ക് അഭിഷേകം ചെയ്യും. അതാണ് 5-ാമത്തെ ദിവസത്തെ പരിപാടി. അപ്പം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുള്ള ചൈതന്യത്തിന് എല്ലാ കലകളും കൊടുക്കുക. കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൃത്തം, ഗീതം, വാദ്യം, ഇതൊക്കെ ഒരു കലയാണെങ്കിലും
ദേവിയുടെ കല എന്ന് പറയുന്നത് അതല്ല. അംഗങ്ങള്, ഇപ്പൊ ദേവിയുടെ ആയുധങ്ങള്, ദേവിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങള് ഇതൊക്കെ ഉണ്ടാവും. അതിനാണ് ദേവിയുടെ കാര്യത്തില് കല എന്ന് പറയുന്നത്. അപ്പൊ ആ കലകളൊക്കെ നമ്മള് പൂജിച്ച് അത് നമ്മള് അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞ് 6-മത്തെ ദിവസം തലേ ദിവസം തന്നെ ഈ തത്വഹോമം, തത്വകലശത്തിന്റെ ഒപ്പം ബ്രഹ്മകലശ പൂജയും, പരികലശ പൂജയും നടക്കും. അപ്പൊ ആ കലശം ഒരു ദിവസം അവിടെ വെച്ച് ആ ദിവസം വൈകുന്നേരം പിറ്റത്തെ ദിവസം രാവിലെയൊക്കെ പൂജിച്ച് അത് 6-മത്തെ ദിവസം ആദ്യം പരികലശം ആടിയിട്ട് പിന്നെ ബ്രഹ്മകലശം ആടും. ഈ ആടുന്നതിന് കൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു ഘട്ടം തീരാണ്. അതിന് ദ്രവ്യകലശം എന്നും പറയാം. ഇതിന് ഈ അനുജ്ഞാകലശം എന്ന് പറയാം. ഒരുപാട് പേരുകളുണ്ട് ഇതിന്. അപ്പൊ ഇതാണ് ആദ്യത്തെ ഘട്ടം. 6 ദിവസം കൊണ്ട് ഇതിനെ ദ്രവ്യകലശം എന്നാണ് നല്ലോണം പറയുക എല്ലാവരും. നമ്മളുടെ ഈ നവീകരണ കലശത്തിന് ഇതിനെ അനുജ്ഞാകലശം എന്നാണ് പറയുക. അനുജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു അനുവാദം വാങ്ങുക. അപ്പൊ എന്തിനാ നമ്മളിവിടെ അനുവാദം വാങ്ങണത്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിറ്റത്തെ ദിവസം 7-മത്തെ ദിവസം സംഹാരതത്വ ഹോമം, സംഹാരതത്വ കലശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോമവും ഒരു കലശവും ഇതിന് മുന്നേ പറഞ്ഞ അതേ മട്ടിൽ തന്നെ പൂജിച്ച് ആടിയിട്ട് ആ ചൈതന്യത്തിനെ തന്ത്രി ജീവകലശം എന്ന് പറഞ്ഞ ഒരു കലശത്തിലേക്ക് ഉദ്വസിച്ച് അതിനെ പുറത്ത് ശയ്യ എന്ന് പറഞ്ഞ ഒരു കിടക്ക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. അതിന് കുറേ പൂജകളുണ്ട്. കുംഭേശൻ, കർക്കരി, ശയ്യ എന്ന് പറഞ്ഞ ഒരുപാട് പൂജകളുണ്ട്. നമ്മൾ നോട്ടീസിൽ അത് കാണാം. അതിങ്ങനെ വിവരിക്കണില്ല അതിന്. അപ്പൊ അവിടെ ഒരു ഹോമമുണ്ട്. ആ ഹോമങ്ങളും കലശങ്ങളും ഒക്കെ ചെയ്യണായിട്ട് നടുക്കില് ഒരു കിടക്ക, തലയണൊക്കെ വെച്ച് കരിമ്പടൊക്കെ വെച്ച് മുളകളുടെയൊക്കെ നടുക്കില് ആ കലശം ദേവിയുടെ ചൈതന്യം ആ കലശത്തിലേക്ക് ഇട്ട് ആ ശയ്യയിൽ പുറത്ത് കൊണ്ടുപോയി. ഈ സമയത്ത് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും പണികൾ വേണമെച്ചാൽ ചെയ്യാം. അതേപോലെ എന്തെങ്കിലും മരാമത്ത് പണികൾ അങ്ങനത്തെ എന്തിനെങ്കിലും ഒരു ദിവസം നമ്മൾ ശില്പിമാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കുക. അപ്പൊ ഈ ഇതിനെയാണ് നവീകരിക്കുക എന്ന് പറയുന്നത്. ആ ചൈതന്യത്തിന് എന്തെങ്കിലും ലോപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണതയിൽ എത്തിച്ചിട്ട് പുഷ്ടി വെട്ടിച്ചിട്ട് അത് തന്ത്രി തിരിച്ച് ഒരു കലശത്തിലാക്കിയിട്ട് 7-മത്തെ ദിവസം പുറത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് 8-മത്തെ ദിവസം വേണം 17 ഏപ്രിൽ 30 രോഹിണി നാളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ ആ പ്രതിഷ്ഠിക്കണ നേരത്ത് നമ്മളൊരു പ്രാർത്ഥനയാണ് പ്രധാനമായിട്ട് പറയേണ്ടുള്ളൂ. പ്രതിഷ്ഠിക്കുന്നത് എന്താണെന്നൊക്കെ അവിടെ വന്ന് കാണേണ്ടതാണ്. എന്താ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്ന കാലം വരെ ഈ ചൈതന്യത്തിന് ഒരു ലോപമോ ഒന്നും സംഭവിക്കരുത്. ഈ അമ്പലവും ഈ അമ്പലത്തിൻ്റെ ദേശവാസികളും അല്ലെങ്കിൽ ഭഗവതിയെ വിചാരിക്കുന്നവരൊക്കെ നിലനിൽക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ പ്രാർത്ഥനയുടെ സാരാംശം. അതൊരു സംസ്കൃത ശ്ലോകമാണ് അതിവിടെ പറയുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കലശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം 8-മത്തെ ദിവസമാണ്. അന്ന് തന്ത്രി ഈ ജീവകലശം തിരിച്ച് ബിംബത്തിലേക്ക് അഭിഷേകം ചെയ്ത് ദേവിയുടെ ചൈതന്യത്തിനെ ഇതിൽ പരം വർദ്ധിപ്പിക്കാനില്ല. അപ്പൊ ആ വർധനവില് ആക്കി വെക്കുകയാണ്. അതാണ് 8-മത്തെ ദിവസം പ്രതിഷ്ഠിക്കുന്നത്. മേടമാസത്തിലെ രോഹിണി നാള് നമുക്ക് പ്രതിഷ്ഠാ ദിവസമായിട്ട് എല്ലാ കൊണ്ടാടുകയും ചെയ്യാം. അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് സപ്താഹങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ക്രമീകരിക്കാം. അതേപോലെ കളഥാഭിഷേകം അങ്ങനത്തെ ചില വിശിഷ്ട കർമ്മങ്ങൾ നമ്മൾ കമ്മിറ്റിക്കാര്, ഊരാളൻ അങ്ങനെ വിശ്വാസികളെല്ലാവരും കൂടി ചേർന്ന് ഈ സമയത്ത് നടത്തും. അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് ഉദയാസ്തമനങ്ങൾ നടത്താം, ലക്ഷാർച്ചന നടത്താം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പോകുന്ന പരിപാടിയാണ്. അപ്പൊ എന്തുണ്ടായിരുന്നു വെച്ചാൽ 8-മത്തെ ദിവസം പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഊരാളൻ ഒരു ചില കാര്യങ്ങൾ വായിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഭഗവതിയുടെ കാര്യത്തിന് ചില ക്രമീകരണങ്ങൾ വെക്കണം. അപ്പോൾ അതിൽ പ്രതിഷ്ഠാ ദിവസത്തിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പറ ഇപ്പോൾ എല്ലാ ദിക്കിലും നമുക്ക് കാലം കൊണ്ട് പറ എത്താനില്ല. അപ്പോൾ ചിലപ്പോൾ നടപ്പറ വെക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ ഒരു അനുവാദം വെച്ചാൽ ഭഗവതിയെ ധരിപ്പിക്കുകയാണ്. തന്ത്രി സമക്ഷം ഭഗവതിയുടെ അടുത്ത് വായിച്ച് കേൾപ്പിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പം ഇതൊക്കെ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ കലശം. ഒരു നിമിത്തം കണ്ട് കലശം ചെയ്യണു എന്നുള്ളത് മാത്രമല്ല, നമ്മൾക്ക് കാലാനുസൃതമായിട്ട് പല പല മാറ്റങ്ങൾ ആവശ്യമാണ്. അപ്പം ആ മാറ്റങ്ങൾ നമുക്ക് വേണ്ടത് നമുക്ക് കലശം ആടിക്കഴിഞ്ഞിട്ടേ നമുക്കത് ചെയ്യാനുള്ള ഒരു പ്രക്രിയയുള്ളൂ. ഭഗവതിയെ അത് പൂർണ്ണമായിട്ട് പുഷ്ടിപ്പെടുത്തി ഭഗവതിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭഗവതിയുടെ അടുത്ത് നമ്മൾ പറയുകയാണ് നമ്മൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ അതിന് അനുവാദം തരണം. അല്ലെങ്കിൽ അത് പറയും ഊരാളിനും പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനത്തെ അവരൊക്കെ കൂടിയിട്ടാണ് അത് പറയുക.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് നട പ്രതിഷ്ഠാദക്ഷിണ എന്ന് പറഞ്ഞിട്ട് ഒരു ദക്ഷിണ തന്ത്രിക്ക് കൊടുത്തതിന് ശേഷം നട അടയ്ക്കുകയാണ്. അപ്പൊ ആ നട അടച്ചു കഴിഞ്ഞാൽ പിന്നത്തെ 4 ദിവസം 8, 9, 10, 11 തീയതി രാവിലെ വരെ ദേവിയെ അകത്ത് ദേവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക. ദേവന്മാര് ദേവിമാര് അങ്ങനത്തെ ഭഗവതി അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില ശക്തികൾ ആ നേരത്ത് ഉള്ളില് ഭഗവതിയെ പൂജിക്കണമെന്നാണ്. അപ്പൊ 3 വിളക്ക് 3 ഉരുളികളിൽ കത്തിച്ച് വെക്കും. അതേപോലെ പൂജാപാത്രം അങ്ങനത്തെ ഒരു പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരുക്കി വെക്കും. എന്നിട്ടാണ് നമ്മൾ നട അടയ്ക്കുക. അപ്പൊ നട അടച്ചു കഴിഞ്ഞ് പിറ്റത്തെ ദിവസം 9ാമത്തെ ദിവസം ഉപദേവന്മാരായിട്ടുള്ള ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവർക്കുള്ള കലശാഭിഷേകങ്ങളുണ്ട്. അവിടെ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ശുദ്ധികളും കലശാഭിഷേകങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ് നമ്മൾ ഭഗവതിയുടെ 11ാം ദിവസം നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 10ാമത്തെ ദിവസം ചെയ്യും. അപ്പോൾ 10ാമത്തെ ദിവസം ചെയ്യുന്ന ക്രിയാദികളെന്ന് പറഞ്ഞാൽ ആദ്യം പ്രോക്തം ശാന്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത ഹോമങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യും. കാരണം ഈ കലശത്തിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ടോ. പിന്നെ തത്വഹോമം കാരണം ദേവിയുടെ എല്ലാ കലകളും വീണ്ടും അഭിഷേകം ചെയ്ത് ഇനി ദേവിയുടെ ചൈതന്യം പുഷ്ടിപ്പെടുത്തല്ല. ഇനി ദേവിയുടെ ചൈതന്യം പക്ഷിമൃഗാദികള് വൃക്ഷലതാദികള് എന്നാ പറയും. അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നട തുറന്നു കഴിഞ്ഞാൽ ആ ചൈതന്യം കൊണ്ട് പ്രസരിക്കുന്ന പുറത്തേക്ക് അത് തള്ളി തള്ളി പോകും. അപ്പൊ ഭഗവതിയിൽ വിശ്വസിക്കുന്ന ഏതൊരാൾ അതിന് ഓസ്ട്രേലിയയിലാവാം, അമേരിക്കയിലാവാം, എവിടെ വേണമെങ്കിലും ആവാം, അവർക്ക് വരെ കിട്ടണം. അതേപോലെ ജന്തുക്കള്, ജീവികള്, പ്രാണികള് ഇങ്ങനെ പറയുന്ന എല്ലാ തരത്തില് ഭഗവതിയെ വിശ്വസിക്കുന്ന എല്ലാതരം ജീവജാലങ്ങളിലേക്കും ആ ചൈതന്യം പ്രസരിപ്പിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കലശങ്ങളൊക്കെ അഭിഷേകം ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ വീണ്ടും തത്വഹോമം ചെയ്യുന്നു, തത്വകലശം എടുത്തു വയ്ക്കുന്നു. അതേപോലെ ബ്രഹ്മകലശം പൂജിക്കുന്നു, പരികലശങ്ങൾ പൂജിക്കുന്നു. അത് കഴിഞ്ഞ് 11ാമത്തെ ദിവസം രാവിലെ 5 മണിക്ക് നമ്മൾ നട തുറക്കും. ഈ ദിവസങ്ങളിലൊന്നും നിങ്ങൾക്ക് കലശം കാണാൻ വരാൻ പറ്റിയില്ലെങ്കിൽ 11ാമത്തെ ദിവസം മെയ് 3-ാം തീയതി അന്ന് വരിക. ആ നട തുറപ്പ് കണ്ട് അന്ന് ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ കലശം കാണുന്നതിൻ്റെ പൂർണ്ണത ആ ഒരു സമയത്ത് ഒരു 5 മണി മുതൽ 7 മണി വരെയാണ് അതൊക്കെ ഉണ്ടാവുക. അഭിഷേകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നേരത്ത് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമുക്ക് ലഭിക്കും. അപ്പം ഈ 5 മണി മുതൽ 7 മണി വരെ അഭിഷേകങ്ങളാണ്. 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരികലശ അഭിഷേകം ചെയ്യും, ബ്രഹ്മകലശ അഭിഷേകം ചെയ്യും. 9 മണിയോടെ കഴിയും. 9 മണി കഴിഞ്ഞാൽ തന്ത്രി എല്ലാവർക്കും പ്രസാദം കൊടുക്കും. ആ പ്രസാദം കൊടുക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവിയുടെ ഒരു ചൈതന്യം തന്നെ. അതിനെ ഒരു പുഷ്പത്തിലൂടെ തന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പൂജാമുറിയിലോ നിങ്ങൾക്ക് സ്ട്രോങ് റൂമുകളിലോ എവിടെ വെച്ചാൽ സൂക്ഷിക്കാം. അതൊരു അസറ്റാണ്, പുഷ്പമാണ്. 4 ദിവസം കഴിഞ്ഞാൽ അത് വാടിപ്പോവും, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ഒരു ചൈതന്യം തന്നെ അത് എല്ലാവരും വന്ന് വാങ്ങിക്കുക. എല്ലാ കാര്യങ്ങളിലും നല്ലോണം പങ്കെടുക്കുക. ഇതിൻ്റെ ഒപ്പം വായന വെക്കുന്നുണ്ട്. വായന ഒരു വാർഷികമായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു ആഘോഷം കൂടി ഉണ്ട്. 20 ദിവസം 25 ദിവസം ആവുന്നതിൻ്റെ ഒരു ആഘോഷം കൂടി ഇത്. അപ്പോൾ ആ വായനയിലും എല്ലാവരും വന്ന് പങ്കെടുക്കുക. വായന ഇതിൻ്റെ ഒരു ഭാഗമാണ്, കലശത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. സ്വതവേ നമുക്കത് സമ്മതിക്കാൻ വയ്യ. പക്ഷെ എന്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന് ആവശ്യമുള്ളത് നാമജപമാണ്. ഏതെന്ന് ഇന്നത്തെ കാലത്ത് ഒരാൾക്കും വന്നിരുന്ന് നാമം ജപിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ സമയമില്ല, സാധ്യതയില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്കുകളും. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായന വെച്ചിട്ട് വായന കേൾക്കുന്നതും വായനയോടനുബന്ധിച്ച് അവരുടെ നാമജപങ്ങളും ഉണ്ടാകുന്നതും നമുക്ക് ദേവിയിൽ എത്തിക്കാൻ. അതേപോലെ ചുറ്റുവിളക്കുണ്ട്. അതേപോലെ ഈ സമയത്ത് ഓരോ ഹോമങ്ങളും ഓരോ ഇത് ദേവിയുടെ ആവശ്യം ഇതാണെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഒരാവശ്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഹോമങ്ങൾ എന്തെങ്കിലും ഒന്ന് വഴിപാടാക്കിയാൽ മതി. ദേവിക്ക് അതിൻ്റെ ഒരു അംഗമാണ്. ഇപ്പോൾ ചിലർ മലർ നിവേദ്യം എല്ലാ ദിവസവും ശങ്കരക്കാവിൽ നടക്കുന്നതാണ് മലർ നേദ്യം. മലർ നേദ്യം അപ്പോൾ ദേവിക്കുള്ളതാണ്, പക്ഷെ അത് വഴിപാടാക്കാം. അതേപോലെ പൂജ എല്ലാ ദിവസവും പൂജ നടക്കുന്നുണ്ട്, അത് ദേവിക്കുള്ള പൂജയാണ്, അത് എല്ലാവരും വഴിപാടാക്കുന്നത്. ചുറ്റുകൾക്ക് എല്ലാവരും വഴിപാടാക്കും. അപ്പം ഇതേപോലെ ഈ ഈ നോട്ടീസിൻ്റെ പിന്നിൽ ഒരുപാട് ഹോമങ്ങൾ, കലശപൂജകൾ അങ്ങനെ പറഞ്ഞ് ഒരുപാട് എണ്ണം എഴുതിയിട്ടുണ്ടാവും.
അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്നത് നിങ്ങൾ വഴിപാടാക്കുക. പറ്റാവുന്ന രീതിയിലൊക്കെ സഹകരിക്കുക. അന്നദാനം, അതേപോലെ പുഷ്പം, നെല്ല്, അരി, വസ്ത്രം, ഇങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. ഇത് കലശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു ഭാഗം വേറൊരു വലിയ ചെലവുള്ള സൈഡാണ്. സ്വർണം, വെള്ളി, ലോഹം, ഇരുമ്പ്, അങ്ങനെ കുറേ വേറെ ഉണ്ട്. അതേപോലെ പന്തൽ, അങ്ങനെ ചിലവുകളും ഭയങ്കരമാണ്. അപ്പോൾ ഇതൊക്കെ ഭക്തരായിട്ടുള്ള നിങ്ങൾ നല്ല അനുകമ്പയോടെ കേട്ട് അറിഞ്ഞ് വന്ന് ക്ഷേത്രത്തിൽ പറ്റാവുന്നതും എത്താൻ ശ്രമിക്കുക. പക്ഷെ ഒരുപാട് ദൂരത്തുള്ളവർക്കാച്ച എത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ സാന്നിധ്യം എങ്ങനെയാച്ചാൽ അറിയിക്കുക. അപ്പോൾ ധന മന തന എന്നാണ് പറയുക. ധനം നമുക്ക് ഉണ്ട്. അപ്പോൾ ധനം മനം എന്ന് പറഞ്ഞാൽ മനസ്സെങ്കിലും എത്തുക. പിന്നെ തനം വെച്ചാൽ സ്വയം അങ്ങോട്ട് ഇറങ്ങുക. ഇപ്പം നിങ്ങൾക്ക് കാശും ഇല്ല, നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് നിങ്ങളാൽ പറ്റുന്നത് എന്താ വെച്ചാൽ ആ സമയത്ത് അവിടെ ചെയ്യുക. 11 ദിവസം വന്ന് നമ്മൾ ഗുരുവായൂരൊക്കെ ഭജന ഇരിക്കുക എന്ന് പറയും. സത്യത്തിൽ ഈ 11 ദിവസം നിങ്ങൾ ചെയ്യേണ്ടതും അതാണ്. വന്ന് അവിടെ കൂടുക, നിങ്ങളാൽ പറ്റുന്ന പണി ചെയ്യുക, നിങ്ങളാൽ പറ്റുന്ന എന്താ വെച്ചാൽ ചെയ്യുക. ഇല്ലെങ്കിൽ വായനയൊക്കെ എഴുതുക, വായന ഇരുന്ന് കേൾക്കുക, ഭഗവതിയുടെ നാമം ചെയ്യും. അപ്പോൾ ഈ 11 ദിവസവും ഇപ്പം ഇങ്ങനെയൊക്കെ ഭജിച്ച് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനത്തെ ചോദിക്കുന്നവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ദർശന പുണ്യം ജന്മസാഫല്യം. ഇത് ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മം സഫലമായി എന്നുള്ള. പിന്നെ നമ്മൾ ജന്മം മോക്ഷം കിട്ടാൻ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ വലിയ ദാനങ്ങളോ വലിയ ഒന്നും ചെയ്യണ്ട. ഇത് കണ്ടാൽ മതി എന്നുള്ളതാണ് ഈ കലശം എന്ന് പറയുന്ന ഈ പ്രക്രിയ, അഭിഷേകങ്ങൾ എന്ന് പറയുന്ന പ്രക്രിയ, ഈ ഹോമങ്ങളുടെ പ്രക്രിയ, ഇതൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ ആ ദേവിക്ക് ഓരോ നേരത്തും അഭിഷേകം ചെയ്ത് വ്യാപകം എന്നാണ് പറയുക. ആ വ്യാപകം ചെയ്യുന്നത് തുളസിപ്പൂവും ചന്ദനത്തിലും മുക്കി ചാർത്തി വ്യാപകം ചെയ്യും. ഓരോ അഭിഷേകം ചെയ്യും. അതൊക്കെ ആ നേരത്ത് നമുക്ക് ഇപ്പം പറഞ്ഞു തരേണ്ട ഒരു ഇതല്ല, ആ ഒരു അനുഭൂതി വേറെയാണ്. അപ്പോൾ അത് വന്ന് എല്ലാവരും കാണുക. കഴിയുന്നതും 11ാമത്തെ ദിവസം എല്ലാവരും വന്ന് നട തുറപ്പിൻ്റെ ഭാഗമാകുക. തിരക്ക് ഉണ്ടാവും, നമുക്ക് ക്ഷേത്രത്തിൽ സൗകര്യക്കുറവുണ്ട്. ഇപ്പോൾ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിലും ആർക്കും തൊഴാനുള്ള ഒരു വിഷമവും ഉണ്ടാവില്ല. വായനയിലും അന്നദാനത്തിലും പറ്റാവുന്ന പോലെയൊക്കെ എല്ലാവരും പങ്കെടുക്കുക. വളരെ